നമ്മുടെ യാത്ര മാത്തേരാനിലേക്കാണ്. മാത്തേരാൻ എന്ന് പറഞ്ഞാൽ അധികം ആർക്കും അറിയില്ല, കേരളത്തിലെ ഒരുപാട് ആളുകൾക്ക് അറിയാത്തൊരു സ്ഥലമാണ്. അതിപ്പോൾ ഷൊർണൂരിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. ഇങ്ങനെ പട്ടാമ്പിയൊക്കെ കടന്ന് കോഴിക്കോട് വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ കല്യാൺ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നമ്മുടെ യാത്ര. അപ്പോൾ കല്യാണിൽ ഇറങ്ങിയിട്ട് നെരാൾ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ വീണ്ടും പോകണം. അവിടെ നിന്നുമാണ് മാത്തേരനിലേക്കുള്ള വണ്ടി കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ കല്യാൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നെരാളിലേക്കുള്ള സബർബൻ ട്രെയിനിൽ കയറിയിരിക്കുകയാണ്. സബർബൻ ട്രെയിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബോംബെയിലെ പ്രസിദ്ധമായ സബർബൻ ട്രെയിനുകളും ട്രെയിൻ റൂട്ടുകളൊക്കെ ആ ഏരിയയിൽ പോയിട്ടുള്ളവർക്ക് അറിയാം. സബർബൻ ട്രെയിൻ ഇങ്ങനെ നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നെരാളിൽ ഇറങ്ങി നെരാളിൽ നിന്നും ഷെയർ ടാക്സി വിളിച്ച് അമാൻ ലോഡ്ജ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മുടെ യാത്ര. ഏതാണ്ട് 10-12 കിലോമീറ്ററേ ഉള്ളൂ. അവിടേക്ക് മലയും കുന്നൊക്കെ കയറി അമാൻ ലോഡ്ജ് ഇറങ്ങി അവിടെ നിന്നുമാണ് മാത്തേരനിലേക്ക് പോകുന്നത്. മാത്തേരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുന്നിൻ പ്രദേശമാണ്. അവിടെ വണ്ടികൾ ഓടില്ല, വണ്ടികൾ ഓടാത്ത സ്ഥലം. വണ്ടികൾ എന്ന് പറയുമ്പോൾ ഡീസലോ പെട്രോളോ ഉള്ള വണ്ടികൾ, അല്ലാത്ത ഈ ഓട്ടോ ഒക്കെ അവിടെ ഓടുന്നുണ്ട്. മറ്റ് വാഹനങ്ങളൊന്നും ഓടാത്ത ഒരു പ്രദേശമാണ് മാത്തേരൻ എന്ന് പറയുന്നത്. പണ്ട് ബോംബെയിലെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ബോംബെയിലുള്ള അവരുടെ ആളുകൾക്കൊക്കെ വേനൽക്കാല വസതിയായിട്ട് ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ് ഈ മാത്തേരൻ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ കല്യാൺ റെയിൽവേ സ്റ്റേഷനിൽ അവിടേക്ക് ട്രെയിനുണ്ട്. ഇപ്പോൾ ഇല്ല. ഇപ്പോൾ അവിടെ ഈ അമാൻ ലോഡ്ജിൽ നിന്ന് മാത്രമാണ് ടോയ് ട്രെയിൻ ഉള്ളത്. പോകുന്ന വഴി വളരെ മനോഹരമാണ്. ചുരം റോഡാണ്. നല്ല വളവും തിരിവൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് വളരെ സേഫായിട്ട് പോകാം. ഇടയ്ക്ക് കോടയൊക്കെ വരുന്നുണ്ട്. മുകളിലേക്ക് കയറുമ്പോൾ നമുക്ക് കോട കാണാം. ഇടയ്ക്ക് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്. നല്ല കാടിനിടയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതേ ഒരു പേരറിയാത്ത വെള്ളച്ചാട്ടത്തിൽ നമ്മളവിടെ ഇറങ്ങിയൊന്നുമില്ല. ജസ്റ്റ് അതൊന്ന് കണ്ടിട്ട് വീണ്ടും മുന്നോട്ട് പോകാം. അപ്പോൾ അതേ നല്ല കോട വന്നു. കോടയിലൂടെയാണ് ഞങ്ങൾ വണ്ടി പോകുന്നത്. ഞങ്ങളുടെ കൂടെ കോഴിക്കോട് നിന്നുള്ള കുറച്ച് ആളുകളാണ് ഞങ്ങളുടെ ഈ ഷെയർ ടാക്സി ഷെയർ ചെയ്യുന്നത്. ഞങ്ങളിവിടെ വെച്ചിട്ട് നല്ല കമ്പനിയൊക്കെ ആയി. ഇവരെ പിന്നീട് ഞങ്ങൾ പല സ്ഥലത്തും വെച്ച് കാണുകയൊക്കെ ഉണ്ടായി. എങ്കിലും പല സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നതുകൊണ്ട് ഒരുമിച്ച് യാത്ര പിന്നെ അവിടെ ചെന്നതിന് ശേഷം ഉണ്ടായില്ല. എന്തായാലും നല്ല കോടയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട്, നല്ല അടിപൊളിയാണ്, അടിപൊളി വൈബാണ്.
അങ്ങനെ നമ്മളിപ്പോൾ അമാൻ ലോഡ്ജ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ നിന്നും കുറച്ച് നടക്കണം, നടന്ന് വേണം പോകാൻ. അപ്പോൾ അവിടെ ഒരു 50 രൂപ പ്രവേശന ടിക്കറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് 50 രൂപ പ്രവേശന ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മളിതാ ഈ കാണുന്ന സ്ഥലത്തൂടെ ഉള്ളിലേക്ക് നടന്നു പോവുകയാണ്. അവിടെ നിന്ന് നടന്ന് ഒന്നുകിൽ റെയിൽ വഴി നടന്നു പോകാം. ഇതാണ് അമാൻ ലോഡ്ജ് റെയിൽവേ സ്റ്റേഷൻ. അല്ലെങ്കിൽ നമുക്ക് ഈ ഓട്ടോയിൽ സഞ്ചരിക്കാം, അല്ലെങ്കിൽ കുതിര പുറത്ത് വേണമെങ്കിൽ പോകാം. ധാരാളം കുതിരകൾ അവിടെ ഉണ്ട്. കുതിര സവാരി ചെയ്തും പോകും. ഏതാണ്ട് ഒരു 3 കിലോമീറ്ററേ ഉള്ളൂ ഈ മാത്തേര എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ളത്. അപ്പോൾ നമ്മൾ റെയിലിൽ കൂടെ നടക്കാൻ തീരുമാനിച്ചു. പോകുന്ന വഴി കണ്ട ഒരു നല്ല വ്യൂ ആണിത്. ഇതിങ്ങനെ ഇനി നാളെയൊക്കെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഞാൻ പെട്ടിയായിട്ട് പോയിരുന്നതുകൊണ്ട് അത് ഏറ്റിയിട്ട് നടക്കേണ്ടി വന്നു. അതാണ് വലിയൊരു ചടങ്ങായത്. ഇതാണ് നമ്മുടെ ട്രെയിൻ എന്ന് പറയുന്നത്. അതിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടാണ്, മാത്തേരാനിൽ നിന്ന് അമാൻ ലോഡ്ജിലേക്കാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പോൾ ഇല്ല, വൈകുന്നേരത്താണ്. അപ്പോൾ അതുകൊണ്ട് അതിലിപ്പോൾ നമുക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ടോയ് ട്രെയിനിൽ വെറുതെ ഒന്ന് കയ്യൊക്കെ കാണിച്ചു വെച്ചു. ഇപ്പോൾ നിർത്തുന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അത് നിർത്തില്ല. എന്തായാലും പെട്ടി ഏറ്റിക്കൊണ്ട് കുറച്ച് നേരം ഒരു 3 കിലോമീറ്ററോളം നടക്കേണ്ടി വന്നു. നമ്മൾ മാത്തേരാനിലെത്തി. അപ്പോൾ മാത്തേരാനിലെത്തിയപ്പോൾ ഈ പൂജ ഹോളിഡേയ്സിൻ്റെ അവസാനമായിരുന്നു. അപ്പോൾ അവിടെ പിന്നെ ഹോളിയൊക്കെ ആഘോഷിക്കുന്നത് ഈ സമയത്താണ്. അപ്പോൾ അതിൻ്റെ ആഘോഷങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. അത് നമ്മൾ താമസിക്കുന്നതിന് തൊട്ട് മുമ്പിലാണ്. അപ്പോൾ അങ്ങനെ റൂമിലെത്തി രാത്രി ഒന്നും നടക്കാൻ ഇറങ്ങിയ നല്ല കോടയും മഞ്ഞും മഴയൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു.